ഹലോ. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു വർഷം മുമ്പ് ഞങ്ങൾ പോയിട്ടുള്ള ഞങ്ങളുടെ ഹണിമൂണിൻ്റെ വീഡിയോ കേട്ടോ. അന്ന് ഷോർട്ട് വീഡിയോ മാത്രം ഇടുന്നതുകൊണ്ട് തന്നെ ഏകദേശം ഞങ്ങൾ എടുത്തിട്ടുള്ള വീഡിയോ ഞങ്ങളുടെ ഫോണിൽ തന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നിൽക്കാം കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു വർഷത്തിനിപ്പുറം നോക്കുമ്പോഴാണെങ്കിലോ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം ഡിലീറ്റ് ആക്കേണ്ട ഒരു സാഹചര്യം വന്നു കേട്ടോ. പെട്ടെന്ന് ഇതൊക്കെ ഡിലീറ്റ് ആക്കേണ്ട കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടം. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു വീഡിയോ ആക്കി ഇടാം, കാണുന്നവർ കണ്ടാൽ മതി, നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് എടുത്ത് കാണാമല്ലോ. അങ്ങനെ കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അന്നത്തെ ദിവസം ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ വയനാട്ടിലെ റിസോർട്ടിലെത്തി കേട്ടോ. അവിടെ എത്തിയ പാടെ തന്നെ നല്ല വിശപ്പായിരുന്നതുകൊണ്ട് തന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ ഉറങ്ങിയിരിക്കുമ്പോൾ തന്നെ റിസോർട്ടിലെ മാനേജർ ഞങ്ങളോട് ചോദിച്ചു ഒന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുക, അവിടെ എന്തോ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്, റിസോർട്ടിൻ്റെ പേജിലേക്ക് വേണ്ടിയിട്ട് പുതിയ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്, അപ്പോൾ ഒന്ന് മോഡലായിട്ട് ഇരുന്ന് കൊടുക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നല്ലൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെയൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റായിട്ട് ഞാനും സച്ചിനേട്ടനും കല്യാണം കഴിഞ്ഞിട്ടുള്ള ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് ഫസ്റ്റ് വാലൻറ്റൈൻസ് ഡേക്ക് ഇതുപോലെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര അടിപൊളിയായിട്ടുള്ള റിസോർട്ട് ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഇൻസ്റ്റയിലൊരു കൊളാബിൻ്റെ ഭാഗമായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ കോൺടാക്റ്റുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ആരെങ്കിലും ഹണിമൂൺ പോകുന്നവർ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോകുന്നവർക്കോ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക. അവർ നല്ല ട്രാവൽ ചെയ്യുന്നതും എന്താ പറയുക നല്ല സ്റ്റേ ചെയ്യുന്നതും അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അടിപൊളി ഫുഡ് കിട്ടുന്ന റിസോർട്ടൊക്കെ അവർ ഏത് സ്ഥലമാണെങ്കിലും കണ്ടുപിടിച്ച് നമുക്ക് ചെയ്ത് തരും കേട്ടോ. എന്താണെങ്കിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഡിന്നർ കഴിച്ചില്ലായിരുന്നു. ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയിരുന്നിട്ട് ഊഞ്ഞാലാടി കേട്ടോ. ഊഞ്ഞാലാടുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഒരുമിച്ച് ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള തത്തപ്പാടായിരുന്നു ആ കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ, ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്ന, അതിനകത്ത് പോയിരുന്നിട്ട് ഊഞ്ഞാലാടി. പിന്നെ ഞാൻ നേരെ ഒരു ഗ്രൗണ്ട് പോലത്തേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ. അവിടുന്ന് പിന്നെ ഈ ഒരു സാധനം ഞാൻ വെച്ച് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ സച്ചിനേട്ടൻ പറഞ്ഞു പൊട്ടത്തി അതങ്ങനെ കളിക്കുന്നതല്ല, നമുക്ക് ഇതുപോലെ കളിക്കാനുള്ളതാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സച്ചിനേട്ടനും കൂടെ അത് കുറച്ച് സമയം കളിച്ചു. അടുത്ത നേരെ ക്യാരം ബോർഡ് കളിക്കുന്ന ഇടത്തിലേക്ക് പോയി കേട്ടോ. കളിക്കാൻ കുറച്ചൊക്കെ അറിയായിരുന്നു, അത് കളിച്ചു. പിന്നെ ചെസ് ബോർഡ് എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. എന്തായാലും ഒരു ഷോയ്ക്ക് വേണ്ടി അവിടെ വെറുതെ പോയിരുന്നു കേട്ടോ. പിന്നെ സച്ചിനേട്ടൻ ബാറ്റൊക്കെ കൊണ്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ജിമ്മിലെ സാധനം സച്ചിനേട്ടൻ്റെ ക്രൈസ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ടും കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്കൊക്കെ ഇങ്ങനെ പോയിരിക്കാൻ പറ്റുന്ന നല്ല സൈലൻ്റ് ആയിട്ടുള്ള, മനസ്സിന് ഭയങ്കര സമാധാനം തരുന്ന തരത്തിലുള്ള സ്ഥലമാണ്. കുറേ ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈവനിങ് ആകുമ്പോഴത്തേക്കന്നെ ഫുൾ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്കന്നെ അവർ റിസോർട്ടുകാരുടെ ഒരു ചെറിയൊരു ഡിന്നർ ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സൂപ്പും പിന്നെ അതിൻ്റെ കൂടെ തന്നെ പൈനാപ്പിൾ ജ്യൂസ്, പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു ഡിഷ്, പപ്പടം തോന്നി ഇങ്ങനെ പൊരിച്ച് വെച്ച പോലെ തന്നെ നമുക്ക് സെറ്റാവാത്ത ഒരു സംഭവമാണ്. നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ ഇരുന്നതുകൊണ്ട് തന്നെ അവർ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. എന്താണെങ്കിലും അത് കഴിച്ചു എന്ന് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ റൂമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏകദേശം വലിയ റൂമാട്ടോ. അതേപോലെ തന്നെ വലിയൊരു ടോയ്ലറ്റും ഉണ്ടായിരുന്നു, വെച്ചാൽ ബാത്റൂമും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ബാത്റൂമിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഡിലീറ്റ് ആക്കി പോയിട്ടോ. പിന്നെ നമുക്ക് കിട്ടിയത് ബാൽക്കണീനോട് ചേർന്നിട്ടുള്ള റൂമാണ്. ഒരു സൈഡിൽ നമുക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂളും റിസോർട്ടിൻ്റെ ഒരു ഭാഗവും, മുന്നിലത്തെ ഭാഗത്ത് വരുന്നത് ഒരു ഡാമിൻ്റെ ഒരു ഭാഗം കൂടിയാട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ ആണ്, നിങ്ങൾക്ക് രാവിലത്തെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് കഴിച്ചൊന്നും വയറ്റിലെത്താത്തതുകൊണ്ട് തന്നെ 2 ചപ്പാത്തിയും പനീർ മസാലയും കൂടി ഓർഡർ ചെയ്തു. ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുള്ള നല്ല റിസോർട്ടിൽ വേണം. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കെറ്റിലുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. രാത്രിയാണെങ്കിൽ പോലും ഒരു ചായ കുടിക്കാൻ തോന്നി, ഭയങ്കര ഒരു തലവേദന പോലെ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് വാങ്ങിയിട്ടുള്ള ഫ്രൈഡ് റൈസിൻ്റെ ചില്ലി ചിക്കനൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷോ ഒക്കെ കാണിച്ച് ഈ ഒരു ചായ കുടിച്ച് കഴിഞ്ഞാലും നമ്മളെ തേയിലപ്പൊടി തിളപ്പിച്ചുണ്ടാക്കുന്ന ചായൻ്റെ അത്ര ടേസ്റ്റ് വരില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്താണെങ്കിലും ഒരു ഓക്കെ ചായ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ചായ ഒഴിവാക്കിയിട്ട് വെള്ളം കുടിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഫ്രൈഡ് റൈസും ചപ്പാത്തിയും ചില്ലി ചിക്കനൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ സച്ചിനേട്ടൻ എന്നെ വിളിച്ചുണർത്തുന്ന ഒരു ആക്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തു കേട്ടോ, നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ എണീറ്റ് പോയിട്ട് ബാൽക്കണീൻ്റെ അവിടെ നിന്ന് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള അടിപൊളി വ്യൂ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ ബുക്ക് ചെയ്തിട്ടുള്ള ആൾ നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ബാൽക്കണീനോട് ചേർന്നിട്ടുള്ള റൂം സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ. പിന്നെ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ, നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല, പുറത്ത് നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരു കെറ്റിലിനകത്ത് ചായ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, റൂമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. മഴ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുളിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ കുളിക്കാത്തതിന് നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഒരുപാട് കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ പണ്ടത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു, കുളിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഏട്ടൻ അവിടുന്ന്
ഫോൺ എടുത്ത് കളിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഓൾറെഡി വയനാട്ടിൽ നല്ല തണുപ്പാണ്, അതിൻ്റെ കൂടെ തന്നെ നല്ല മഴ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ, അത്രത്തോളം തണുപ്പാണ് അവിടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു തന്നു കേട്ടോ. ഈ ഒരു സംഭവത്തിൽ പുട്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിനും എനിക്ക് കുറച്ച് തെറിവിളി കേട്ടായിരുന്നു. ആദ്യമായിട്ട് പുട്ട് കാണുകയാണോ, അങ്ങനെ ഷോ ഇളക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ, എന്നാലും എനിക്ക് പുട്ടിനോട് ഭയങ്കര ഒരു കൊതി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ അധികം വെള്ളാപ്പോ ഇഡലിയോ ഒക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ പുട്ട് കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അത് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. വീടൊക്കെ മിസ് ചെയ്തു. കാരണം എൻ്റെ വീട്ടിലധികം പുട്ടുണ്ടാക്കാറുണ്ട്, സച്ചിനേൻ്റെ വീട്ടിൽ പുട്ടുണ്ടാക്കാറേ ഇല്ല. അപ്പോൾ എൻ്റെ വീടൊക്കെ ഓർമ്മ വന്നുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ അയ്യോ ഞാൻ പുട്ട് കഴിക്കാറുള്ളൂ, പുട്ട് മാത്രമേ കഴിക്കാറുള്ളൂ അങ്ങനെയല്ല കേട്ടോ. എന്താണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കിൻ്റെ മഴ ഏകദേശം നിന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, മെല്ലെ ഇറങ്ങിപ്പോയിട്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനുള്ള പരിപാടിയാണ്. സച്ചിനേൻ്റെ മോളിൽ നിന്ന് വീഡിയോ എടുക്കണം, നീ പോയി കുളിച്ചോ ഞാൻ വരൂല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ കുറേ സമയം സച്ചിനേൻ്റെ വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ്. എന്താണെങ്കിലും ഞാൻ പോയിട്ട് അവിടെ നിന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് പുള്ളിക്കാരൻ വരാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. ഞാനത് എൻ്റെ മുഖത്ത് കാണിക്കുന്നേ ഇല്ല. കാരണം തണുപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ വരില്ല. ഞാൻ തണുപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഏട്ടൻ വന്നിട്ട്. വന്നപ്പോഴാണെങ്കിലോ വെള്ളം തെറിപ്പിച്ചപ്പോഴാണ് ഏട്ടൻ തണുപ്പിൻ്റെ ഇത് മനസ്സിലായത്. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എല്ലാം കൽപ്പിച്ചിട്ട് ഇറങ്ങിയിട്ടും എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ തണുപ്പായിട്ട് അങ്ങ് സെറ്റാവും കേട്ടോ. പിന്നെ വെള്ളത്തിലിറങ്ങിയ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ വെള്ളം കണ്ട ആ ഒരു കളിയായിരുന്നു കേട്ടോ കളിക്കുന്നുണ്ടായിരുന്നത്. എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാനൊരു അമ്മയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ ഏട്ടനോട് കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഏട്ടാ ഇറങ്ങി വാ നമ്മുടെ ഒരുമിച്ച് കളിക്കാമെന്നൊക്കെ. അങ്ങനെ കുറേ സമയം ഞാൻ വാശി പിടിച്ചപ്പോൾ ഏട്ടനും തുള്ളി വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നനയായിരുന്നു. എന്താണെങ്കിലും ഏട്ടനും ആ തണുപ്പായിട്ട് അങ്ങ് സെറ്റായി. പിന്നെ കുറേ സമയം ഞങ്ങളിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവിടെ ഉള്ളൊരു ബോയ് ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു കേട്ടോ. പിന്നെ കുറേ സമയം അതിന് പോസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ തുള്ളിയതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെയോ പോലെ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു തലവേദന പോലെയൊക്കെ. ഓൾറെഡി എനിക്ക് അത്ര തണുപ്പ് പിടിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ കിടന്നുറങ്ങുന്ന സമയം ഏട്ടൻ കുളിക്കുമായിരുന്നു. ഈ വീഡിയോ എടുത്തൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത്. പിന്നെ എന്നിട്ട് ഞാൻ നേരെ പോയി റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ ഒരു കള്ള് ഷാപ്പിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോ ഞങ്ങളുടെ ഇതിനകത്തില്ല, അതും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അങ്ങനെ കള്ള് ഷാപ്പിൽ പോയിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ബീഫും പന്നിയും ഒരു അപ്പവും പോലെ ആയിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഞാനത് രണ്ടും അങ്ങനെ മര്യാദയ്ക്ക് കഴിച്ചില്ല. എനിക്ക് ബീഫ് ഇഷ്ടമായിരുന്നു, ബീഫ് കഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ റൂമിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു ഫ്രൈഡ് റൈസും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. ഫ്രൈഡ് റൈസാണ് ഞാൻ കഴിച്ചത്. കള്ള് ഷാപ്പിലെ ഫുഡ് ഞാൻ ആദ്യം ഒന്നും കഴിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വീണ്ടും ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഞങ്ങളുടെ ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ, അതായത് ട്രാവലേഴ്സിൻ്റെ ആൾക്കാർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. ഇത്രയും ദിവസം ഞങ്ങൾക്ക് ഫുഡ് റൂമിൽ തന്നെ കൊണ്ടു തന്നായിരുന്നു കേട്ടോ. നല്ല വലിയ വിശദീകരിച്ചിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 ക്യാൻഡിൽ വെറൈറ്റിയിൽ അടിപൊളിയായിട്ട് രണ്ട് ഗ്ലാസ്സിനകത്ത് ഒരു മൺകലത്തിലെ പോലത്തെ കേട്ടോ. ആ മൺകലം തൊട്ടപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വേഗം കൈ മാറ്റിയിട്ട് മറ്റേ ചെറിയ ഗ്ലാസിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോക്ക് പോസ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ലൈറ്റൊക്കെ ഇട്ട് തന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ മഷ്റൂം സൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ മഷ്റൂം സൂപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ എഗ് സാലഡും പിന്നെ ചിക്കൻ ലോലിപോപ്പും ആയിരുന്നു ഞങ്ങൾക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറയുന്നത് അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്ന സാധനങ്ങൾ മാത്രമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സൂപ്പ്, ജ്യൂസ് അങ്ങനത്തെ ഒക്കെ. ഇതെന്ന് പറയുന്നത് നമുക്ക് രാവിലെ അവർ മെനു കാർഡ് റൂമിൽ കൊണ്ടുത്തരും. അതിനകത്ത് നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ വെജ് കുറുമ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ക്രീമി ആയിട്ടുള്ള ചിക്കൻ ലോലിപോപ്പ്, അതിൻ്റെ കൂടെ തന്നെ എഗ് സലാഡ് പിന്നെ മഷ്റൂം സൂപ്പുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വാനിലയും സ്ട്രോബെറിയും ഐസ്ക്രീമും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ലാസ്റ്റാണ് കിട്ടിയത്. എന്താണെങ്കിലും ഈ ഒരു ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് ഐസ്ക്രീം അവർ പുറകെ കൊണ്ടു തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മളിതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എല്ലാത്തിലും വലിഞ്ഞു കയറി. ഇപ്പം കാണുമ്പോൾ ചിരി വരുന്നുണ്ടെങ്കിലും മനസ്സിനൊരു സന്തോഷം. ഇന്നൊരു പക്ഷേ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അന്ന് ഞാൻ ഇതൊക്കെ ചെയ്തിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല. ആ ഒരു സന്തോഷമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ ജീവിതം തന്നെ പോയി എന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ എനിക്ക് സ്റ്റിച്ചിൻ്റെ ഒക്കെ പേടിയുള്ളതുകൊണ്ട് മാത്രമാണ്. ഇനി കുറച്ചുകൂടെ മുമ്പോട്ടെത്തിയാൽ ഇതിലും കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇതിലും കൂടുതൽ ചെയ്തിട്ടുള്ള ആൾക്കാരും നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട്. എന്താണെങ്കിലും ഞങ്ങൾ അവിടെ കിട്ടിയിട്ടുള്ള ഓരോ സാധനങ്ങളും ആസ്വദിച്ചിട്ട് തന്നെയാണ് വീട്ടിലേക്ക് മടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ട് രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. അതും കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോന്നു കേട്ടോ. പോന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നുമില്ല, എല്ലാം നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര